പ്രിയമുള്ളവരെ, നിങ്ങൾ കൃപയിലേക്ക് വന്ന യേശുവിനെ അറിഞ്ഞെങ്കിൽ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ ഓർക്കണം. നിങ്ങൾ മാത്രം സ്വർഗത്തിൽ പോയി ആനന്ദിച്ചിട്ട് നിങ്ങളുടെ രക്തബന്ധങ്ങൾ അവിടെ എത്താതെ ഈ സത്യവചനം അവർ ദേഷ്യപ്പെടുമെന്ന് വെച്ചാൽ നിങ്ങൾ പറയാതെ സത്യം പറഞ്ഞോണം. സ്നേഹത്തിൽ സത്യം സംസാരിക്കണം. തർക്കിക്കാൻ ആളും പോകരുത്. തർക്കമല്ല നമ്മുടെ വിഷയം, ജയിക്കല്ല വിഷയം. സത്യസുവിശേഷം ഓർപ്പിക്കണം. രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെടുന്നവൻ യേശുവിനോട് ചേരാൻ ദൈവനീതിയായ മാമോദിസ വിശ്വസിച്ചേക്കണം. പിന്നെ വിശുദ്ധിയിൽ ജീവിക്കണം. അവൻ സ്വന്തം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. അത് സൈത്തും മൂറോനുമല്ല, സാക്ഷാൽ പരിശുദ്ധാത്മാവ്. ബലഹീനനാകുമ്പോൾ നമ്മെ താങ്ങുന്ന പരിശുദ്ധാത്മാവ്. അവൻ വളരെ ആനന്ദമുണ്ട്. സാക്ഷ്യം കേട്ടിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രിയ പപ്പായ്ക്ക് വയ്യാതെ അവൻ കിടപ്പിലായ വിഷയങ്ങളെ കേൾക്കാനിടയായ അന്നേരമാണ് പ്രിയമുള്ളവർ ഈ വിഷയം പങ്കുവെക്കുവാനിടയായപ്പോൾ അവൻ ഈ വലിയ ആനന്ദം ഒക്കെ സാക്ഷ്യം പറയേണ്ട കാര്യങ്ങൾ, അതൊന്നും ഒളിച്ചു വെക്കേണ്ട കാര്യങ്ങൾ. അതാ ഈ ഭൂമിയിൽ വന്നിട്ട് ദൈവം എനിക്ക് നല്ലവനായെന്ന് വിശ്വസിക്കുന്നില്ല. അതിനേക്കാൾ വന്നൊരു കാര്യം ഞാൻ യേശുവിനെ കുറിച്ച് എന്റെ പ്രിയമുള്ളവരോട് പറഞ്ഞു. അവർ യേശുവിനെ സ്വീകരിച്ചു, ഏറ്റുപറഞ്ഞവന് അതിൽ പരം ഒരു ഭാഗ്യം ഈ ഭൂമിയിൽ. അതാണ് ഏറ്റവും നമ്മുടെ വലിയ പദവി. അതാണ് റിയൽ സാക്ഷ്യം. ഇന്ന് രാത്രി വചനചിന്തയ്ക്ക് വേണ്ടി നമ്മൾ ശ്രദ്ധയെ ദൈവത്തിലേക്ക് തിരിക്കാൻ അവൻ സ്വപ്നം ചെയ്യുന്നു. ആദ്യമായി അവൻ സ്വന്തം സമയമില്ല. ഞാൻ ശിംശോനോടുള്ള ബന്ധത്തിൽ സംസാരിക്കണമെന്ന് ആഗ്രഹിച്ച വന്നുവെങ്കിലും ദൈവം ആ പ്രസംഗത്തെ അവൻ മാറ്റുവാനിടയായി തീർന്നെങ്കിലും അതൊന്ന് ടച്ച് ചെയ്തിടാം. പിന്നീട് കർത്താവ് അനുവദിക്കുന്ന സമയം പിന്നീട് ഒന്നിൽ കുഞ്ഞുങ്ങളോ നമ്മൾ ആരെങ്കിലും ആ വചനത്തിൽ കൂടി കടന്നു പോകും. എടുത്താട്ട് ആദ്യം എടുക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം, ബുക്ക് ഓഫ് ജഡ്ജസ്, ചാപ്റ്റർ 16, 16-ാം അധ്യായം, അതിന്റെ 5ഉം 6ഉം വാക്യങ്ങൾ അവൻ ശ്രദ്ധയോടെ നമുക്ക് വായിക്കാം. Book of Judges, chapter 16, verse 5 and 6. 5-6 വാക്യങ്ങൾ. ഈ മാസം ദൈവത്തിന്റെ ആത്മാവോട് പറയുന്നത്, അവൻ വിശുദ്ധിയിൽ ജീവിക്കണമെങ്കിൽ എനിക്ക് നിങ്ങൾക്കും ആവശ്യമുള്ളൊരു കാര്യമാണ് ദൈവത്തിന്റെ ബലം, ദൈവത്തിന്റെ ശക്തി. ഇല്ലെങ്കിൽ നിന്നെ കീഴടക്കാൻ, നിന്നെ അടിമനുഖത്തിന് കീഴിൽ പിടിച്ചടക്കാൻ വാദിക്കുന്ന വലിയൊരു വാദമുണ്ട്. നിന്റെ അഡിക്ഷൻസിനെ കീഴിലാക്കാൻ, നിന്നെ പാപത്തിന്റെ നുകക്കീഴിലാക്കാൻ, നിന്റെ ശക്തിയെ തകർത്ത് കളയാൻ വാദിക്കുന്ന വലിയ വാദമുണ്ട്. എന്നാൽ ഇന്ന് രാത്രികാലം നിന്നെ വിശുദ്ധിയിൽ ജീവിക്കാൻ പ്രാപ്തനാക്കുന്നത് ശക്തിയാണ്, ബലമാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഞാൻ പറയുന്നത് ബലം ദൈവത്തിൽ നിന്നുള്ള ബലമാണെന്നുള്ളൊരു കാര്യം തിരിച്ചറിയണം. വായിച്ചാട്ട് എടുത്തവർ വായിക്കാം, കുഞ്ഞുങ്ങളാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും ശ്രദ്ധിക്കണം. അവൻ ഫെലിസ്തീയ പ്രഭുക്കന്മാരെല്ലാവരും ദലീലയുടെ അടുക്കലേക്ക് ഓടിക്കൂടി. എന്നിട്ട് അവളോട് പറഞ്ഞു, അവനെ വശീകരിക്ക്. അറിയേണ്ട കാര്യം എന്താണെന്നറിയാം, അവന്റെ ബലം. And by what means we may overpower him. അവനെ ഒതുക്കാൻ. നിന്നെ ഒതുക്കാൻ. എന്നെ ഒതുക്കാൻ എങ്ങനെ പറ്റും? ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം. ഫിലിസ്തീയ പ്രഭുക്കന്മാർ എല്ലാവരും ഓടിക്കൂടി. ആരുടെ അടുക്കൽ? ലോകസ്നേഹമാകുന്ന ദലീലയുടെ അടുക്കൽ. ഇന്ന് രാത്രി ലോകസ്നേഹമാകുന്ന ദലീലയുടെ മടിത്തട്ടിൽ കിടന്ന് താരാട്ടുകൾ തുറങ്ങുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പൈശാചിക ശക്തികൾ ഓടിക്കൂടി. ചോദിക്കാം, അവന്റെ ബലം വേറെ സിസ്റ്റം. ഇവൻ ദൈവകരത്തിൽ ഉപയോഗിക്കപ്പെടുവാൻ, ശക്തനായി നിലനിൽക്കുവാൻ, ദൈവജനത്തെ ഒതുക്കുന്ന ഫെലിസ്തീയ ശക്തികളുടെ വാഴുന്ന ഈ പവർ എവിടെ നിന്ന്? ആ രഹസ്യം അറിയുവാൻ. ആമേൻ. അവൻ ലക്ഷ്യം ശ്രദ്ധിച്ചു കേൾക്കണേ. അവനെ ഞങ്ങൾക്ക് ഒതുക്കണം, അവനെ ഞങ്ങൾക്ക് വരിഞ്ഞു കെട്ടണം. എന്ന് രാത്രി വരിഞ്ഞു കെട്ടപ്പെട്ട ഒത്തിരി പേരുണ്ട്. കെട്ടി വരിഞ്ഞേക്കാം. നിലത്ത് നിന്നൊക്കെ വേണ്ട അഭ്യാസം കാണിക്കാൻ കെട്ടി വരിഞ്ഞിട്ടേക്ക. ഒന്നും ചെയ്യാൻ പ്രാണിയില്ലാതെ. ജീവനുണ്ട്, നടക്കുന്നുണ്ടോ? ഉണ്ട്. പക്ഷെ ഒന്നും ചെയ്യാൻ കഴിയാത്ത ജീവച്ഛവങ്ങളായി കിടക്കുന്ന അനേകരെ പരിശുദ്ധമാവ് കാണിക്കും. അവൻ ചോദിക്കുക, ഞങ്ങൾക്ക് അവനെ വരിഞ്ഞു മുറുക്കാൻ, അവന്റെ കൈകളെ കെട്ടാൻ, അവന്റെ കാലുകളെ കെട്ടാൻ, അവന്റെ ചിന്തകളെ കെട്ടാൻ, കംപ്ലീറ്റ്ലി പാരലൈസ്ഡ് ആക്കാൻ,
അവന്റെ കുടുംബജീവിതത്തെ കംപ്ലീറ്റ് അവന്റെ ഭാവിയെ പാരലൈസ് ആക്കാൻ ഞങ്ങൾക്കറിയണം അവന്റെ ബലമല്ല. അവൻ വൈഷങ്ങളെ And every one of us will give you 1100 pieces of silver. ഞങ്ങൾ ഓരോരുത്തരും 1100 വെള്ളി നാണയങ്ങൾ നിനക്ക് ഇന്ന് രാത്രി നിനക്കെതിരെ വില പറഞ്ഞിരിക്കുക. വേറൊന്നും വേണ്ട, കൊല്ലാനൊന്നുമല്ല. നിന്റെ ശക്തി, അതിന്റെ രഹസ്യം, അതിന്റെ ഉറവിടം കണ്ടുപിടിച്ചിട്ട് അതിനെ ഖണ്ഡിച്ചു കളഞ്ഞ് നിന്നെ വരിഞ്ഞു മുറുക്കി ഒന്നും കളയത്തില്ല. ഇതാ അത്ഭുതം. നിന്നെ കൊല്ലത്തില്ല, നിന്നെ നരകിപ്പിക്കും. പരിശുദ്ധമ്മ പറയും, ശ്രദ്ധയോടെ കേൾക്കുക, നിന്റെ ജീവിതം നരകിപ്പിക്കാം. ഇന്ന് രാത്രി നിന്നെ നരകിക്കുന്നവനായി ഭൂമിയില്ല. മരിക്കും കൊതിക്കും, നീ മരിക്കാൻ പറ്റത്തില്ല. ചാവത്തില്ല. വിഷം കഴിച്ചാലും നീ ചാവത്തില്ല. ആത്മഹത്യകൾ അങ്ങനെ അങ്ങനത്തെ അവസ്ഥകൾ നിന്നെ പിടിച്ചാക്കും. നിന്നെ കെട്ടിക്കിട്ട അവന്റെ ബലം കളഞ്ഞിട്ട് അവനെ ഒതുക്കി അവനെ കെട്ടി കുരങ്ങ് കളിപ്പിക്കാൻ. ചാടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറയുമ്പോ നാട്ടിലൊക്കെ പോകുമ്പോ കുരങ്ങ് കളിക്കാരെ കുരങ്ങനെ കൊണ്ടാണ് ചാടിക്കളിക്കട കുഞ്ഞിരാമ. കരടിയും കുരങ്ങനും ഡ്രം അടിക്കുമ്പോ കുരങ്ങൻ ചാടി നിന്റെ ബലം പോയി നിന്നെ കൂട്ടുകാഴ്ചയാക്കാം, നിന്നെ കണ്ടിച്ചിരിക്കാം. ആരാ? ദൈവത്തിന്റെ അപേക്ഷത്തിനായി നിന്നെ ഇത് നമുക്ക് പിന്നീട് ചിന്തിക്കണം, അങ്ങോട്ട് പോകുന്നില്ല. ഇത് പറയാം ബല. ഉടനെ അടുത്ത നോക്കിക്കോ. അതുകൊണ്ട് ദലീല വന്നിട്ട് ലോകസ്നേഹമാകുന്ന ദലീല മടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന പാസ്റ്ററെ, വിശ്വാസിയെ, സഹോദര സഹോദരി എന്നെ മാടി കിടത്തി തലോടി സുഖമായി ഉറക്കി. Where is your power? Where is your strength? Tell me. നീ വിചാരിക്കും സ്നേഹമാ? അല്ല, സ്നേഹമല്ല. നിന്റെ ബലം ഇന്ന് ജീവിച്ചിരിക്കാൻ കാരണം നിന്നെ ഇല്ലായ്മ ചെയ്യാൻ, നിന്നെ നരകിപ്പിച്ചില്ലായ്മ ചെയ്യാൻ പൈശാചിക ശക്തികൾ നിനക്കെതിരെ ഉയർന്നു വാദിക്കുമ്പോൾ, പലയിടത്തും വില കൊടുത്ത് നിനക്ക് വേണ്ടി വില കൊടുത്ത് ഇന്ന് രാത്രി വാദിക്കുമ്പോൾ നിനക്ക് വേണ്ടി ജാഗരിക്കുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി ജാഗരിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് അവിടെ നിൽക്കുന്നില്ല, തിരിച്ചു പോകാം. അവൻ നിന്റെ ശക്തിയുടെ രഹസ്യം, നിന്റെ ജയത്തിന്റെ രഹസ്യം ബലമാ. ബലം പോയാ നീ ചണ്ടിയ. അവൻ മടങ്ങി വരാം. പുറപ്പാട് പുസ്തകത്തിലേക്ക് പോകാം. 15-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. എന്റെ ബലവും എന്റെ ഗീതവും യഹോവയത്രേ. എന്റെ ബലവും എന്റെ ഗീതവും ആരാണ്? യഹോവയത്രേ. അവൻ എനിക്ക് രക്ഷയായി തീർന്നു. അവൻ എന്റെ സാൽവേഷനായി തീർന്ന്. അടുത്തത്, അവൻ എന്റെ ദൈവം. അവൻ എന്റെ ദൈവം. ഞാൻ അവനെ സ്തുതിക്കും. അവൻ എന്റെ പിതാവിൻ ദൈവം. എന്റെ അപ്പന്റെ ദൈവമാണവൻ. ഞാൻ അവനെ പുകഴ്ത്തും. നിങ്ങൾക്ക് ഈ സംഭവം അറിയാം. അടിമത്ത മുഖത്തിന്റെ കീഴിൽ കിടന്ന ഒരു കൂട്ടം ജനം. ആരാന്നറിയാമോ ഈ ജനം? ഒരിക്കൽ ദൈവത്തിന്റെ വിളി കേട്ട് ഇറങ്ങിയ ഒരു അപ്പനുണ്ട്. അവന്റെ പേര് അബ്രഹാം. ഒരിക്കൽ ഊരിൽ വിഗ്രഹങ്ങളെ സേവിച്ച് പാരമ്പര്യത്തിന്റെ അടിമത്വത്തിൽ കടന്നിരുന്ന ഒരു അബ്രഹാം. അവിടെ വെച്ച് ദൈവത്തിന്റെ വിളി വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിൽക്കുന്ന വേലയായിരുന്നു അബ്രഹാമിനെന്ന് അവൻ സ്വന്തം യഹൂദന്മാരുടെ ഐതിഹ്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെ 16-ാമലെ ഊരിൽ വിഗ്രഹങ്ങളെ വിറ്റുകൊണ്ടിരുന്നപ്പോൾ അവനൊരു ശബ്ദമുണ്ടായി, ദൈവത്തിന്റെ വിളി ഉണ്ടായി. അവൻ ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുക. അങ്ങനെ ദൈവവിളി കേട്ടിട്ട് നാട് വിട്ടു, വീട് വിട്ടു, നാമധേയ പേരിനുള്ള ആരാധനകളും പേരിനുള്ള, അതായത് നാമധേയം മാത്രം, ക്രിസ്ത്യാനി എന്ന് പറയുന്ന പേരിന് മാത്രം. വചനം എവിടെ? വളരെ വിദൂരം. കേവലം നാവുകൊണ്ട് ജൽപ്പനം ചെയ്ത് മാത്രം ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടം. യെശയ്യാ പ്രവാചകൻ അതിനെക്കുറിച്ച് പറയുന്നു. ഈശോനാഥനും അതിനെക്കുറിച്ച് പറഞ്ഞു. അവൾ എങ്കിലേക്കുള്ള അവിടെ ഭക്തി മനപ്പാടമാക്കിയ മനുഷ്യர்கள். ഈ ബൈബിളിലെ വാക്യം എന്റെ അല്ല, കാണാതെ പഠിച്ചു ചൊല്ലുന്ന ചില വാക്യങ്ങളാണ് അവർ എന്റെ നേരെയുള്ള ഭക്തി.
ആ ജനത്തെ കർത്താവ് എത്ര കണ്ടാലും പഠിക്കത്തില്ല, കേട്ടാലും പഠിക്കത്തില്ല. മനപ്പാടമാക്കിയ മാനുഷിക കൽപ്പന ടേപ്പ് റെക്കോർഡർ പാടുന്നത് പോലെ പാടുന്നതാണ് അവർക്ക് എന്നോടുള്ള ഭക്തി. കർത്താവ് പറയാം, അവിടെ കണ്ണുകളെ ഞാൻ അടച്ചേക്കുക, ചെവിയെ ഞാൻ അടച്ചേക്കുക. കാരണം ഇത് കണ്ട് നീ ഗ്രഹിച്ച്, കേട്ട് അനുഗ്രഹിച്ച് നീ അനുഗ്രഹം പ്രാപിക്കും. നിനക്ക് വിടുതലാകും, നിനക്ക് സൗഖ്യമാകും. എന്നാൽ എത്ര കേട്ടാലും നീ പഠിക്കത്തില്ല. ഇന്ന് രാത്രി കേട്ട് പഠിച്ചാൽ നിനക്ക് അനുഗ്രഹമാകും. അബ്രഹാമിന്റെ ചെവി അബ്രഹാം തുറന്നു, അവന്റെ ഹൃദയം തുറന്നു ദൈവശബ്ദത്തിനു വേണ്ടി. അവൻ പറഞ്ഞു, വിടാപ്പ, എളുപ്പമുള്ള കാര്യമല്ല. എന്റെ വീട്ടുകാരെയും നാട്ടുകാരെയും കൂട്ടുകാരെയും വളർന്ന സാഹചര്യങ്ങളെയും വളർന്ന് പഠിച്ച രീതികളെയൊക്കെ വിട്ടുപോരുക അസാധ്യമാപ്പ. പക്ഷെ എനിക്ക് നിന്നെ അറിയണം. ഈ ലോകത്തിൽ ജീവനുള്ള സത്യദൈവത്തെ അറിയുന്നതിനേക്കാൾ വലുത് എന്താ ഉള്ളത്? അങ്ങനെ അബ്രഹാം ദൈവത്തെ തെരയാൻ അവന്റെ നാമധേയ ആരാധനകളെയും വിഗ്രഹങ്ങളെയും എല്ലാം വിട്ട്, നമുക്ക് ഒത്തിരി കഥകൾ അബ്രഹാമിനെ കുറിച്ച് അങ്ങോട്ട് പോകുന്നില്ല. അവൻ വിട്ട് കളഞ്ഞിട്ട് അവൻ പദ്രാരാമിലെ ഊരിൽ നിന്ന് യാത്ര തിരിച്ചു. അപ്പനായ തേരഹം കൂടെ കർത്താവിനെ കണ്ടോ കേട്ടോ അല്ല, മോൻ പോന്നതിന്റെ കൂടെ ഇറങ്ങിയതാ. പക്ഷേ ഉൽപ്പത്തി പുസ്തകത്തിൽ നിങ്ങൾ വായിക്കുമ്പോൾ അവൻ മോൻ ഇറങ്ങിയെന്നല്ല ആദ്യം പറയുന്നു, അപ്പൻ ഇറങ്ങിയെന്ന. കാരണം അപ്പനാണ് വീട്ടിൽ എപ്പോഴും വില, അപ്പനായിരിക്കണം വില. അത് എത്ര വലിയ പ്രാർത്ഥിക്കുന്ന അമ്മാമയാണേലും അപ്പന് ബഹുമാനം കൊടുക്കാത്ത സഹോദരിയാണെന്ന് ഈ വചന വ്യവസ്ഥയിലല്ല, ദൈവം വെച്ച ക്രമത്തിന് കീഴിലുമല്ല എന്ന് പരിശുദ്ധാത്മാവ് ദൈവവചനത്തിൽ കൂടി ഓർപ്പിക്കുന്നു. ദൈവവചനത്തിന്റെ വ്യവസ്ഥയിലും അല്ല. നീ എത്ര ആത്മീയ കൃപാവരമുള്ള വ്യക്തിയാണെങ്കിലും അതിനെ ദൈവം ആദരിക്കുന്നില്ലെന്ന് ആത്മാവിന്റെ അധികാരത്തോടെ ഞാൻ ഓർപ്പിക്കുകയാണ്. ഒരു കുടുംബത്തിൽ അപ്പനായിരിക്കണമെന്നില്ല. അതുകൊണ്ട് അബ്രഹാം ഇറങ്ങി തിരിച്ചിട്ടും ബൈബിള് പറയുമ്പോൾ ആര് തേരഹ ഇറങ്ങിയെന്നാ പറയുന്നത്. വായിച്ചു നോക്കണം, തേരഹ ഇറങ്ങി. കാരണം എന്താ? അപ്പൻ അവിശ്വാസിയായിരിക്കാം, പക്ഷെ എത്ര അവിശ്വാസിയായ അപ്പനാണെങ്കിലും വീട്ടിൽ അപ്പന് ബഹുമാനം കൊടുത്തോണം. നിരീക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ഭാര്യയായിരിക്കാം. ഭർത്താവ് ഉണ്ടെങ്കിൽ അവൻ സ്വപ്നം ചെയ്യുന്നു. ബൈബിൾ പറയുന്നു, ആ ഭർത്താവിനോട് നിരീക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിട്ട് നിന്നോട് ചേർന്ന് ജീവിപ്പാൻ ഇഷ്ടമാണെങ്കിൽ ഉപേക്ഷിക്കരുതെന്നാ ബൈബിൾ പഠിപ്പിക്കുന്നത്. അങ്ങനെ അവൻ നിന്റെ ഭർത്താവാണെങ്കിൽ എപ്പോഴും അവന് ബഹുമാനം കൊടുക്കുവാൻ ദൈവത്തിന്റെ വചനം ശക്തമായി പഠിപ്പിക്കുന്നു. നീ എത്ര ആരാധിക്കുന്നവളാണെങ്കിലും ഭർത്താവിനെ ബഹുമാനിക്കാത്തവളാണെങ്കിൽ അനുഗ്രഹമില്ല. എത്ര വർഷിപ്പ് ചെയ്യുന്നു. ഇന്ന് പകലൊരാളോട് സംസാരിക്കാനിടയായി. ഇപ്പോൾ അവരുടെ വീട്ടിലെ ചില പ്രയാസങ്ങൾ, എല്ലാം ആത്മീയരാണ്, ഭയങ്കര ആത്മീയരാണ്. പക്ഷേ സംസാരിച്ചു വന്നപ്പോൾ ആ പ്രിയ സിസ്റ്റർ ബ്രേക്ക് ഡൗൺ ചെയ്തു. വളരെ പ്രാർത്ഥിക്കുന്നവരാണ്, എന്നാൽ ബ്രേക്ക് ഡൗൺ ചെയ്തു. ഞാൻ ചോദിച്ചു, വീട്ടിൽ പ്രയാസമുണ്ടോ? കുഞ്ഞുങ്ങളുടെ മധ്യത്തിൽ ആത്മീയരാണ്, ഒത്തിരി ദൈവത്തെ സ്തുതിക്കുക ആരാധിക്കുകയും ചെയ്യുന്നവരാണ്. കുഞ്ഞുങ്ങളുടെ മധ്യത്തിൽ വെച്ച് നിങ്ങൾ അടിപിടി കൂടാറുണ്ടോ? കൃപകൾ ഒത്തിരി ഉണ്ട്. ആർക്കും ചില കാര്യങ്ങളിൽ അത് ഒത്തിരി ഇമ്പാക്റ്റാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ. നീ കർത്താവിനെ അറിയുമെന്ന് പറയുകയും വീട്ടിനകത്ത് അവൻ ഭർത്താവിനെ ബഹുമാനിക്കാതെ ധിക്കരിക്കുകയും ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളിൽ അത് ഇമ്പാക്ട് ചെയ്യും. പിശാചികരി വാദിക്കാൻ ഒത്തിരി പ്രശ്നങ്ങളുള്ള ഒരു കാര്യമാണ്. ഈ ദിവസങ്ങളിൽ സഭകളിൽ ഇത് പറയും, പഠിപ്പിക്കുകയും ചെയ്യണം. ആര് എഴുതാൻ അത് അനുഗ്രഹത്തിന്റെ വചനം, അതാണ് സത്യവചനം. മടങ്ങി വരട്ടെ. അവൻ സ്വന്തം ചെയ്യുന്നു. തേരഹറങ്ങി എന്നാണ് ഉൽപ്പത്തി പറയുന്നെങ്കിലും ആത്മനിറവില് സ്തേഫാനോസ് അവൻ അപ്പോസ്തല പ്രവർത്തനങ്ങൾ പറയുമ്പോൾ 16 ഊരിൽ വെച്ച് ദൈവം ആർക്ക് പ്രത്യക്ഷനായി എന്ന് പറഞ്ഞു? അബ്രഹാമിന്. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന പരിശുദ്ധാത്മാവിലാണ് വചനം എഴുതിയിരിക്കുന്നത്. വ്യവസ്ഥയിലെ വചനം കർത്താവിന്റെ ആത്മാവ് എഴുതത്തുള്ളൂ, എന്നാൽ വെളിപ്പെടുത്തുന്ന ആത്മാവാണ്. അത് സ്തേഫാനസ് കൂടി ക്ലാരിറ്റി വരുത്തി അവൻ അബ്രഹാമാണ് വിളികെട്ടി ഇറങ്ങിയത്. എന്നാൽ ഇറങ്ങുമ്പോൾ അപ്പനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മടങ്ങി വരട്ടെ. അങ്ങനെ ഇറങ്ങിയ അപ്പൻ, ആ അപ്പന്റെ നിമിത്തം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാണ് അവൻ എബ്രായർ, ഹിബ്രൂസ് എന്ന് പറയുന്ന ഒരു കൂട്ടം ജനം. അവൻ സ്വന്തം ചെയ്യുന്നു. ഒത്തിരി കാര്യം അബ്രാമിനെ കുറിച്ച് പറയേണ്ട സമയം അങ്ങോട്ടല്ല വിഷയം. അങ്ങനെ അവൻ വന്നു, ജനത്തെ തെരഞ്ഞെടുത്തു. ഉൽപ്പത്തി പുസ്തകത്തിൽ കൂടി കടന്നു പോകുമ്പോൾ 15-ാം അധ്യായം, പിന്നെ ഇങ്ങോട്ട് 17-ാം അധ്യായം, പിന്നെ 18-ാം അധ്യായം, അങ്ങനെ ഒരു കൂട്ടം. 17-ാം അധ്യായത്തിൽ വെച്ച് ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്ത് അവൻ സ്വന്തം ചെയ്യുന്ന പരിച്ഛേദന എന്ന ഉടമ്പടി അവർക്ക് കൊടുത്ത് ഒരു കൂട്ടം ജനത്തെ തനിക്ക് വേണ്ടി ദൈവം വേർതിരിച്ചു. അങ്ങനെ ആ വേർതിരിക്കപ്പെട്ട ജനം, നിങ്ങൾക്കറിയാം, ഉൽപ്പത്തി 15-ൽ തന്നെ നോക്കൂ. ഇന്ന് പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ ജീവിതത്തിൽ തകർച്ചകൾ കാണാം, ഏകാന്ത ദുഃഖങ്ങൾ ഉള്ളവർ ഒത്തിരി പേര് കാണാം. നോക്കണം, അപ്പനായ അബ്രഹാം ദൈവത്തെ സേവിക്കാൻ ഇറങ്ങി തിരിച്ചതാ. എന്നാൽ എല്ലാം താൻ വിചാരിച്ചതുപോലെ പോയില്ല. ഒരു കാര്യം ഓർത്തോണം, കർത്താവ് നിന്നെ സേവിക്കാൻ വിളിച്ചിറക്കുമ്പോൾ
എല്ലാം ഇങ്ങോട്ട് അനുഗ്രഹിച്ചിന് തരുമെന്ന് അങ്ങനെയുള്ള പ്രസംഗം കേൾക്കുമ്പോൾ ഓർത്തോണം, അങ്ങനല്ല, അതല്ല എന്റെ രീതി. കർത്താവിന്റെ വ്യവസ്ഥയിലുള്ള അബ്രഹാമിട്ട് ഇറങ്ങിയ ഉടനെ എല്ലാം അങ്ങ് കൊടുത്തില്ല. ഞാൻ നിന്നെ അനുഗ്രഹിച്ച് വലിയ ജാതിയാക്കുമെന്ന് പറഞ്ഞു. പക്ഷെ വർഷങ്ങളായിട്ട് ഒരു കുഞ്ഞിക്കാൽ പോലും ഇല്ല. അത് മാത്രമല്ല, ഡയറക്ഷൻ ഒന്നും ദൈവം പറഞ്ഞില്ല. പോയി ഇങ്ങനെ വെച്ചോ, ലെഫ്റ്റ് ടേൺ റൈറ്റ് എന്ന് പറഞ്ഞു. ഗൂഗിൾ മാപ്പ് വഴി മാപ്പൊന്നും ഉണ്ടായിരുന്നില്ല. നീ കനാൻ ദേശത്തായെത്തിയെന്ന് ഒന്നും അറിയത്തില്ല. വിശ്വാസത്താൽ ഇന്ന് രാത്രി നിങ്ങൾ ഒന്നും കാണുന്നത് വിശ്വാസത്താൽ. അങ്ങനെ അബ്രഹാം അവൻ കനാൻ ദേശത്തെത്തി. കനാൻ ദേശം എല്ലാവരും വിചാരം അല്ലയോ അവിടെ എല്ലാം ഭയങ്കര രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ എല്ലാം അല്ല. കനാൻ ദേശത്തെത്തിയപ്പോൾ ദൈവം ഒരു കാര്യം കൂടെ പഠിപ്പിക്കാൻ ആഗ്രഹിച്ചു. അബ്രഹാമെ, കനാൻ ദേശമല്ല വലിയ കാര്യം, ഇന്ന് രാത്രി ഞാനാണ് വലിയ കാര്യം. കനാൻ ദേശത്തെത്തിയപ്പോൾ അബ്രഹാം എല്ലാം ഒക്കെ അവിടെ വന്നപ്പോ കർത്താവ് അപ്പം വന്ന കോന്നെ പാലും തേനും ഒഴുകുന്നതല്ലേ കനാൻ. നിന്റെ കനാനിൽ ദൈവം അപ്പം എന്ന കോലിനെ ഓടിക്കും. കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ഈ ബൈബിൾ സ്റ്റഡി കൂടുമ്പോൾ എനിക്ക് അനുഗ്രഹം എല്ലാവരെക്കാളും പ്രാർത്ഥനയിൽ തന്നെ ഒരു ചേഞ്ച്. ഞാനിപ്പോൾ കർത്താവിന്റെ പ്രാർത്ഥനയിൽ അത് നമ്മുടെ ജീവിതത്തിലൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്താ പ്രാർത്ഥിക്കുന്നു. അത് പെർഫെക്റ്റ് പ്രാർത്ഥനയാണ്. അത് ഏറ്റു ചൊല്ലാനായിട്ടല്ല അദ്ദേഹം പറയുന്നത്. പക്ഷേ പുത്രനാമത്തിൽ യാചിക്കണമെന്നാണ് ആ പ്രാർത്ഥന. ഇതില്ലേലും ആ മോഡൽ ഓഫ് പ്രയർ വെച്ച് പ്രാർത്ഥന പവർ ഭയങ്കര വന്നേ. അവിടെ പറയാം, അന്നേക്ക് വേണ്ടുന്ന ആഹാരം അതൊരു ഓഴമാണ്. സൗഖ്യം മക്കളെ അപ്പോൾ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് വേല തികയ്ക്കുന്നത് അവൻ സ്വന്തം ചെയ്യുന്നു. മന്ന അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള മന്ന വചനം ഓരോ ദിവസം കിട്ടും നമ്മുടെ ആഹാരമാണ്. ഓരോ ദിവസം പ്രോവിഡൻസ്, പ്രൊവിഷൻസ്, കെയർ നമ്മുടെ ആഹാരമാണ്, സംരക്ഷണം. പ്രാർത്ഥന ഭയങ്കര പവർഫുള്ളാ. നോക്ക്, പക്ഷെ നീ കർത്താവിനെ ശരി ഇതെല്ലാം കനാൻ കേട്ടിൽ ദൈവനാമം കേട്ടല്ലേ ഇറങ്ങി വിശ്വസില്ലേ? പെർഫെക്റ്റ് ആകേണ്ടതല്ലേ ജീവിതം? കാരണം എന്തിനാ ദൈവം ഓടിച്ചത്? കാരണം നീ പറയല്ലേ, ഞാൻ ഇറങ്ങിയത് കൊണ്ട് അനുഗ്രഹിച്ചു, ഞാൻ സേവിച്ചത് കൊണ്ടെല്ലാം. നമ്മളെല്ലാം അങ്ങനെ പറയുന്നേ അല്ല, എന്റെ അപ്പനെ സ്നേഹിച്ചത് കൊണ്ട്, എല്ലാത്തിലും അപ്പനോട് ചോദിച്ചത് കൊണ്ട്. അപ്പം ഓടിച്ചപ്പോൾ ഉടനെ അബ്രഹാം ബുദ്ധിയുടെ പ്രമാണത്തിലോട്ട് പോയിട്ട് പറഞ്ഞു, പോയി മിസ്രൈമിലോട്ട്. നോക്കണം, ബുദ്ധിയുടെ പ്രമാണത്തിൽ ഊണുമ്പോൾ അടയാളം ഒന്ന്, നീ കള്ളം പറയാൻ തുടങ്ങും. നീ പറയും കള്ളം, നിന്റെ ഭാര്യയും നിന്റെ വീട്ടുകാരെ കൊണ്ട് കള്ളം പറയിക്കാൻ തുടങ്ങും. എന്നിട്ട് നീ ആരാണെന്ന് വെളിപ്പെടുത്തത്തില്ല. അയ്യോ, എന്റെ കർത്താവ് ഇറങ്ങി വന്നില്ല എന്ന് ഞാൻ അബ്രഹാം. വിശ്വാസികളുടെ ഇതൊന്നും ആരും പ്രസംഗിക്കാറില്ല, ഇതൊക്കെ അറിയണം. വിശ്വാസികളുടെ പിതാവ് എന്ന് പറയുമ്പോൾ യു വാണ്ട് ടു സീ ദ ഫുൾ പിക്ചർ. പലപ്പോഴും പ്രസംഗകാരന്മാർ വന്ന് പ്രസംഗിക്കുമ്പോൾ ഉള്ള ഫുൾ പിക്ചർ പറയുന്നില്ല. അതുകൊണ്ട് ജനം വെറും പോയി വിശ്വാസത്തിൽ പോവുക. അബ്രഹാമിന്റെ റിയൽ ക്യാരക്ടർ കാണിക്കണം. നിങ്ങളെ എന്നെ പോലുള്ള മനുഷ്യനാണ് അബ്രഹാം. അബ്രഹാം എന്ന് പറയാ, ഞാൻ സത്യം പറഞ്ഞ ദൈവശബ്ദം കേട്ടല്ലേ ഇറങ്ങി. അപ്പ എന്താ ചെയ്യണമെന്നല്ലേ ചോദിക്കണ്ടേ? അപ്പൊ ബുദ്ധിയിലേക്ക് കൂടി മിസ്രൈമിൽ ഇൻഫർമേഷൻ, നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം തന്നപ്പോൾ വീഴ്ചയ ഇൻഫർമേഷൻ. അനേകർ പറയുന്നത് കേട്ട്, ഓ മിസ്രൈമിൽ അപ്പമുണ്ടോ, എന്നാൽ നമുക്ക് രക്ഷപ്പെട്ട് പോവാം. ഇടി പോകുമ്പോ നീ എന്റെ ഭാര്യയാണ് എന്ത് ചെയ്തത്? പേടി, ഭയം, 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 ഭയം. ഫിയറിലാരെങ്കിലും ജീവിക്കുന്നു, ഭയം വരാൻ തുടങ്ങും. നിന്റെ വാഗ്ദത്ത ദേശത്ത് അപ്പം ഒടിക്കുമ്പോൾ നീ അള്ളിപ്പിടിക്കേണ്ട ആരെയാണെന്നറിയാമോ? അപ്പനെയാ. അവനാണ് നിന്റെ ബലം. അവനെ പറഞ്ഞിട്ട് ഒരു അറിവും ആനമുട്ടെ. അതുകൊണ്ട് അവനെ വചനത്തിന്റെ അറിവൊക്കെ വചനം നല്ലതാണ്, ദൈവമാണ്. പക്ഷെ ഈ അറിവ് ചീർപ്പിക്കത്തേ ഉള്ളൂ, ദൈവത്തിൽ ആശ്രയിക്കാൻ സഹായിക്കത്തില്ല. എത്ര പേര് ബൈബിൾ കാണാതെ അരച്ച് കലക്കി കുടിച്ച് പറയാൻ കഴിവുള്ളവരുണ്ട്, പക്ഷെ വചനത്തിന്റെ സത്യം അനുസരിക്കാത്ത എത്ര ഉണ്ടെന്നറിയാമോ? നാം കൊണ്ട് കർത്താവേ കർത്താവേ എന്ന് പറയും, കർത്താവ് പറയുന്നത് ചെയ്യാൻ മനസ്സില്ലാതിരിക്കുന്ന. മടങ്ങി വരാം. അങ്ങനെ വന്ന് അബ്രഹാമിന് സംഭവിച്ചൊക്കെ അറിയാം. തിരിച്ചു വന്ന് എന്നിട്ടും ദൈവമാകത്തിന്റെ കൂടുതൽ കുഞ്ഞുങ്ങളെ ഒന്നും കിട്ടിയില്ല. അവസാനം ഭാര്യയുടെ വാക്ക് കേട്ട് കുറുക്കുവഴി തേടി അനുഗ്രഹത്തെ ഉണ്ടാക്കി. അനേകരെ ദൈവവഴി വിട്ടിട്ട് അനേകരുടെ വാക്ക് കേട്ട് അതിഥിതൊക്കെ ചെയ്യാൻ പോകുമ്പോണ്ടല്ലോ, പലയിടത്തും നേർച്ചയും കാഴ്ചയൊക്കെ നടത്താൻ പോകുമ്പോൾ കുറുക്കുവഴി കൂടി സാധ്യം. അതിന്റെ ശാപമാണ്. ഇന്നും ലോകം പോകുന്ന ശാപത്തിന് കാരണം, ടെററിസത്തിന് കാരണം ആരാന്നറിയാമോ? അബ്രഹാം. ഭൂമിയിൽ ടെററിസത്തിന് കാരണം
ശബ്ദം കേട്ടിറങ്ങിയ ഒരു അബ്രഹാം അപ്പം എന്ന കോലൊഴിച്ചപ്പോൾ ദൈവത്തോടു കൂടെ അന്നേ പോകേണ്ടതോ. നിങ്ങൾ വായിച്ചു നോക്കണം. ഭാര്യയല്ലെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് പറ്റി? ഫറവോൻ അവളെ ഭാര്യയായിട്ട് എടുക്കാൻ സംഗതി വന്നെന്നാ. വായിച്ചു നോക്കണ്ടേ? ഫറവോൻ അയ്യോ അവളെ ഞാൻ ഭാര്യയായിട്ട് എടുക്കാൻ സംഗതി വന്നു പോയല്ലോ. എന്നിട്ടും പാവോട് പറയുന്നുണ്ടോ അവരുടെ ഭാര്യ എന്ന് പറയുന്നുണ്ടോ? നിങ്ങളുടെ വിശ്വാസ നല്ല കാര്യം തന്നെ, വിശ്വാസ പിതാവ് തന്നെയാ. പക്ഷെ ബാലൻസ് ആയിട്ട് പഠിച്ചോളൂ. അവിടെ ആരാ ഇന്റർവ്യൂ ചെയ്യുന്നറിയാമോ? വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ. വഴിയിൽ വലഞ്ഞ് അലയാനിട വരാൻ ഓരിടയാകില്ലെന്ന് പറഞ്ഞ് ഇറങ്ങി വന്ന ദൈവം സ്വപ്നത്തിൽ ആ ഫറവോനോട് പറഞ്ഞു, പ്രവാചകനാവൻ. അവനെന്റെ പ്രവാചകനാണ്, കള്ളനായ പ്രവാചകൻ. പറയാ ഉടനെ ഫറവോൻ പറയാം, അയ്യോ ഞാനിത് അറിഞ്ഞില്ല. അതോടെ പലപ്പോഴും ദൈവമക്കളെക്കാൾ ഏറ്റവും നല്ലവര് ലോകമനുഷ്യ എന്ന് പറയാൻ കാരണം മറ്റൊന്നുമില്ല. ദൈവകൃപയിലേക്ക് ഒന്ന് രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ടു വക്രതയും കുന്നായ്മയും ദോഷവും നാവിന്റെ വളവും കൊണ്ട് ജീവിക്കുന്നവരെ ഓർത്തോ, ദൈവത്തെ ഒഴിഞ്ഞ് രക്ഷപ്പെടാൻ കഴിയില്ല. മനുഷ്യൻ നാവ് കൊണ്ട് പറയുന്ന ഏത് നിസാര വാക്കിനും ന്യായ ദിവസത്തിൽ എന്ത് ചെയ്യണം? പരിഹാസിയാകരുത്. മടങ്ങി വരട്ടെ. അവൻ സ്വപ്നം ചെയ്യുന്നു, ദൈവം വെളിപ്പെട്ടില്ലാതെ തീർന്നതിനെ വാഗ്ദത്വം തീർന്നതിനെ അനുഗ്രഹവും തീർന്നതിനെ പേടിച്ചു. പിന്നെ നീ കാണിച്ച എന്തൊരു ദ്രോഹം! അവൻ ചോദിക്കുക ആരോടാ? വിശ്വാസിയുടെ പിതാവിനോട്. താൻ പറഞ്ഞു, ഇന്നടുത്ത് വന്നിട്ട് ഭാര്യ അതിനുവേണ്ട സമ്പത്ത് ഞാൻ അവളെ കുറ്റമേർത്തിയാക്കിയേക്കാം. പറ്റുമോ? ഒത്തിരി സമ്പത്ത് കൊടുത്ത് സമ്മാനമൊക്കെ കിട്ടി, കള്ളം പറഞ്ഞ് ഒത്തിരി സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട്. വക്രത കാണിച്ച ജോലിയിലാണേലും ബിസിനസ്സിലാണേലും കള്ളലാഭം ഉണ്ടാക്കിയെങ്കിൽ അയ്യോ നിന്റെയും നിന്റെ തലമുറയുടെയും ശാപമാത്. കിട്ടും ഒത്തിരി, കൂട്ടുന്തോറും ഓർത്തോ ശാപമാ. സമയമില്ല, എങ്ങോട്ട് എന്തുകൊണ്ടാകണമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ മടങ്ങി വരട്ടെ. കുഞ്ഞുങ്ങളില്ല. ഇങ്ങനെ പോകുമ്പോഴുള്ള 15-ാം അധ്യായത്തില് ലോത്തിനെയും കുടുംബത്തെയൊക്കെ വിടുവിച്ച്, കാരണം അവിടെ പ്രശ്നം ഈ സമ്പത്തെല്ലാം കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് അടിപിടിയായി. ഒരുമിച്ച് ശരിക്കും ഇറങ്ങിയവരാ. ദേശത്തിന് വഹിക്കാം. സമ്പത്ത് ഒത്തിരി കൂടി. എല്ലാ സമ്പത്തും ദൈവം തന്നാൻ ആരെങ്കിലും വിശ്വസിക്കുന്നോ? ദേശത്തിന് അബ്രഹാമിന്റെ സമ്പത്ത് വഹിക്കാൻ കഴിയാതായി. ലോത്തിന്റെ സമ്പത്തും തമ്മിൽ പ്രശ്നമായല്ലേ? ബൈബിൾ പറയുന്നു തമ്മിൽ പ്രശ്നമായപ്പോൾ രണ്ടായിട്ട് പിരിഞ്ഞു. മടങ്ങി വരട്ടെ. അങ്ങനെ ലോത്ത് പോയി കഴിഞ്ഞിട്ട് ഒരിക്കലും ലോത്തിനെയും കുടുംബത്തെയും ശത്രു പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ശത്രുവിൽ നിന്ന് വിടുവിച്ച് കൊണ്ടുവന്ന അബ്രഹാം ഒത്തിരി ഗുണങ്ങളുണ്ടാവും. വിശ്വാസത്തിൽ അത് ഞാൻ പോസ്റ്റിൽ നിന്ന് പ്രസംഗം കേട്ടുള്ളതുകൊണ്ട് അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. ചില നെഗറ്റീവ് വശങ്ങളൊന്നും അറിയാൻ വേണ്ടിയാ. അന്നൊക്കെ ലോത്തിനെ വിടുവിച്ചുകൊണ്ട് അത് മധ്യസ്ഥ പ്രാർത്ഥന കാണിക്കുന്നു. അങ്ങനെ വലിയ ജയകരമായ ജീവിതമുണ്ട്. കർത്താവിനെ വിട്ടുമാറിയിട്ടൊന്നുമില്ല അബ്രഹാം. സാധാ മനുഷ്യൻ, നമ്മളെ പോലൊരു മനുഷ്യൻ. എന്നാൽ ആത്മാവിൽ പോരാടി ലോത്തിനെയും കുടുംബത്തെയും സോദോമിലെ രാജാവിനെ വിടുവിച്ചുകൊണ്ട് തിരിച്ചു വരുമ്പോൾ മൽക്കീസേദെക്ക് തന്നെ എതിരേറ്റ് വന്നു. മധ്യസ്ഥ പ്രാർത്ഥന വലുത്. അതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കുന്നവരെ വലിയ ഇഷ്ടമാണ്. ചില കേൾക്കുമ്പോൾ ഇന്നാർക്ക് വേണ്ടി. കാരണം കർത്താവ് ഇറങ്ങി വന്നൊരു തിയോഫനി വെളിപ്പെട്ടൊരു സ്ഥലമാണ് അബ്രഹാമിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ സ്ഥലം. അവിടെ ഇറങ്ങി വന്ന് ദൈവം ഇറങ്ങി വന്ന് മൽക്കീസേദെക്ക് അവൻ അബ്രഹാമിനെ എതിരേൽക്കുക. അവിടെ വെച്ച് 10-1 കൊടുക്കുന്ന ന്യായപ്രമാണം കിട്ടുന്നതിന് മുമ്പ് 10-1 കൊടുത്ത് ദൈവം തന്നെ അനുഗ്രഹിച്ച സകലത്തിലും 10-1 നീ കൊടുക്കുന്ന അനുഗ്രഹമാണ്. പുതിയ നിയമത്തിൽ 10-1 നിന്നെ തന്നെ കൊടുക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. 10-1 കൊടുക്കാതെ അനുഗ്രഹമാണ്. അത് ഛർദിച്ച് വെച്ച് ഒന്നും നേടാൻ പോകുന്നില്ല. കൊടുത്തതുകൊണ്ട് ആരും ഭൂരിഭാഗത്തും മുടിഞ്ഞു പോയിട്ടും ഇല്ല. പഴയ നിയമത്തെ നിയമാലും പഠിപ്പിക്കുന്നില്ല. പഴയ നിയമം കിട്ടുന്നതിന് മുമ്പുള്ളതാണ്. ആ ദൈവത്തെ ആദരിച്ചതാ അബ്രഹാം. മൽക്കീസേദെക്കിനെ ആദരിച്ചതാ. അവൻ മടങ്ങി വരട്ടെ. അവിടുന്നെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ നിരാശയോടെ, ആത്മീയത്തിൽ ശക്തനാണെങ്കിലും നിരാശയോടെ ആരാധനയ്ക്ക് വരുന്നവൻ. അബ്രഹാമിന്റെ ക്ഷീണം ദൈവം കണ്ടു. ഇന്ന് രാത്രി നിങ്ങളുടെ ക്ഷീണമല്ല ദൈവത്തിന് കാണാം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, അബ്രഹാമേ, കാരണം അവിടെ വെച്ച് നിനക്കറിയാം സോദോം രാജാവ് നീ എടുത്തോ സമ്പത്തെല്ലാം എടുത്തോ എന്ന് പറഞ്ഞപ്പോ അബ്രഹാം പറഞ്ഞു, ചെരുപ്പിന്റെ വള്ളി പോലും എനിക്ക് എന്താ വേണ്ട. കാരണം നീ നാളെ പറയും ഞാൻ നിന്നെ. അപ്പം ലോകം കൊടുത്ത പ്രതിഫലം വാങ്ങാതെ മടങ്ങി വന്ന അബ്രഹാമിനെ ദൈവം
അതിശയത്തോടെ നോക്കിയപ്പോൾ അവന്റെ ചങ്ങനകത്തെ വേദന മനസ്സിലായി. അബ്രഹാമിന്റെ ദൈവം പറഞ്ഞു 15-ാമത്തെ ഉൽപ്പത്തി ദിവസം, അബ്രഹാമേ, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലം, പരിചയമല്ല, അതിമഹത്തായ പ്രതിഫലം, I am your reward. നീ പ്രാർത്ഥിക്കും, നേർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഒന്ന് പ്രതീക്ഷയോട് പ്രാർത്ഥിക്കല്ലേ. ഇന്നത്തെ സുവിശേഷ കലയല്ല. നീ പ്രാർത്ഥിച്ചോ പൈസ അല്ല, നിനക്ക് സൗജന്യമായി കിട്ടി, നീ സൗജന്യമായിട്ട് നീ കൊടുക്കണം. അബ്രഹാം സൗജന്യമായത് വിടുവിച്ചു വരുന്നു. ഇത് പറയാ, ഞാൻ I am your great reward. ഉടനെ അബ്രഹാം അങ്ങനെ ആപ്പോട്ടിരുന്ന നമ്മുടെ പുറമെയൊക്കെ ഭയങ്കര ആക്റ്റീവാണ്. ചങ്കനകത്തെ വേദനയും തളർച്ച അറിയുന്ന ദൈവമാണ്. ദൈവം എന്ന് പറയുമ്പോൾ അബ്രഹാം എക്സ്പ്ലോർ ചെയ്യുക, എന്തോന്ന് പ്രതിഫലം, ഞാൻ മക്കളില്ലാത്ത മനുഷ്യനല്ലേ, എനിക്കുള്ളതിനൊക്കെ അന്വേഷിക്കുക, എന്റെ ദാസനല്ലേ അവകാശി എന്ന് ദൈവത്തോട് പൊട്ടിത്തെറിക്കുമ്പോ, അല്ല, നിന്റെ സന്തതി തന്നെ. ഇറങ്ങാൻ ഇറങ്ങാവില്ല. ആകാശത്തോട് നോക്കാം, നക്ഷത്രങ്ങളുടെ എണ്ണാമോ നിനക്ക്? കടലിലെ എണ്ണ, സാൻഡ് എണ്ണ ഇല്ല. ഞാൻ നിന്റെ സന്തതി ഇതുപോലെ. അവിടെ പറയാം, അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവൻ എന്തായി കണക്കിട്ടു. ഇത് പറഞ്ഞിട്ട് ഈ വിശ്വസിക്കുന്നു പറയുമ്പോ തന്നെ ഇത് ഞാൻ എന്തോന്നിനാൽ നമ്മുടെ വിശ്വാസം പോലെ അബ്രഹാം വിശ്വസിച്ചു, കർത്താവ് നീതിയെ കണക്കിട്ടു. അടുത്ത ചോദിക്കും, ഹൗലായിരുന്നു ഈ കർത്താവ് ഇങ്ങനെ പോയി, നീ ആരാധിക്കുക, ആരാധനയ്ക്ക് വിളിച്ചു, കേരളത്തോടുകൂടി ആരാധനയ്ക്ക് വന്നു. പൂർണ്ണമായി പിളർക്കേണ്ടതിനെല്ലാം പിളർന്നില്ല, പക്ഷികളെ പിളർന്നില്ല. ആരാധനയ്ക്ക് വിളിച്ചാൽ സത്യം പറഞ്ഞാൽ ആരാധനയിൽ അനുഗ്രഹമല്ലേ ഇറങ്ങേണ്ടത്, ദൈവത്തീയായിട്ട് ഇറങ്ങേണ്ടത്, ദൈവത്തീയാണ് ഇറങ്ങേണ്ടത്. പക്ഷെ കേരളത്തോടുള്ള ആരാധനയിൽ ഇറങ്ങിയ ദൈവത്തീയല്ല, റാഞ്ചും പക്ഷി ഇറങ്ങി, അന്ധകാര ശക്തി ഇറങ്ങി. അബ്രഹാം ഫിയർഫുള്ളായി, ഭയം അവനെ വേർപിടിച്ചു, അവൻ ഭയന്നു. എന്നിട്ടും ദൈവം കരുണ കാണിച്ചിട്ട് തീപ്പന്തമായി വെച്ചു. അന്നേരം ദൈവത്തിന് ശബ്ദം വരിക, അനുഗ്രഹം വരിക, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത്. വാഗ്ദത്തം കിട്ടി സന്തതി, പക്ഷെ കേട്ടതെന്തോ അടിമത്തം. അങ്ങനെ 400 വർഷം അടിമകളായി കിടന്നിടത്തുനിന്ന് വിടുവിച്ച് പാപത്തിന്റെ അടിമത്വത്തിൽ ഫറവോൻ പിടിച്ചൊതുക്കി. നന്മകൾ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെയെല്ലാം നീലനദിയിൽ എറിഞ്ഞു കൊന്ന് അവിടെ അനുഗ്രഹങ്ങളെയെല്ലാം ഒതുക്കി, തലമുറകളെയെല്ലാം നശിപ്പിച്ചു. ഒന്നുമില്ലാതാക്കിയപ്പോൾ അവർ അയ്യം വിളിച്ചു. സ്വർഗത്തിലെ ദൈവമാണ് നിലവിളി കേട്ട്, എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു ഊഴിയ രാജകന്മാരുടെ നിലവിളി ഞാൻ കേട്ടു, അവരെ വിടുവിപ്പാൻ ഇറങ്ങി വന്നിരിക്കുന്നു പറഞ്ഞു മോശയെ അയച്ചു. അങ്ങനെ ചോരത്തലയെ ആചരിച്ച് അവരെ വിടുവിച്ച് ചെങ്കടലിലേക്ക് വരുന്ന അവസരത്തിൽ ഫറവോൻ പുറകെ, കാരണം 10 ബാധ അയച്ച് അവരെ വിടുവിച്ച് കൊണ്ടുവരുമ്പോൾ പുറകെ ഫറവോനും സൈന്യവും വരികയായി, കൊന്നുകളയാൻ വിടത്തില്ലെന്ന് പറഞ്ഞ് രാത്രി ദൈവത്തെ സേവിക്കാൻ ഇറങ്ങി വന്ന വ്യക്തിയെ പ്രാർത്ഥനകൾ നിന്നെ വിടത്തില്ലെന്ന് പറഞ്ഞ് പുറകെ ഒരു ശക്തി വരുന്നുണ്ട്. ശുദ്ധപരകതരിയ അപ്പോഴത്തേക്ക് ദൈവം ഇറങ്ങി വരിക, പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭം. അവൻ ശത്രു കൊടുക്കാൻ വന്നപ്പോൾ ബലമായ ദൈവം പുറകിലേക്ക് പോയി, ശത്രു എടുക്കാതെ വേണം വിടവുണ്ടാക്കി. അവിടെ അവർക്കടനകസിയ സർവശക്തനായ ദൈവം അവർക്ക് വേണ്ടി വെളിപ്പെട്ടു. മോശ പറഞ്ഞു, ഇന്ന് കണ്ട മിസ്രൈമിനെ നിങ്ങൾ എന്ത് ചെയ്യത്തില്ല, കാണത്തില്ല. വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞു. മോശയും അവസാനം വിശ്വാസം വിട്ട് കരയണം. മോശയോട് നിലവിളിക്കുന്നത് നിന്റെ കൈ വടി. അവൻ സമുദ്രത്തിൽ നിലനിൽക്കാൻ പറഞ്ഞു. മുമ്പോട്ട് പോകാൻ ജനത്തോട് കൽപ്പിക്കാൻ പറഞ്ഞു. ഇന്ന് രാത്രി പരിശുദ്ധം, ഗോ ഫോർവേഡ്. നിന്റെ പ്രോബ്ലത്തെ കണ്ട് നിരാശപ്പെടാതെ മുമ്പോട്ട് പോ. നീ ദൈവത്തെ സേവിക്കുന്നതിന്റെ മുമ്പടയ പിൻപടയായ ഒരു നാഥനുണ്ട്. അങ്ങനെ അവൻ കൈ നീട്ടിയപ്പോൾ അവനോടുകൂടെ ദൈവത്തിന്റെ കരവും നീട്ടി. സമുദ്രത്തെ രണ്ടായിട്ട് ദൈവം നീട്ടിയ ഭുജം, അവന്റെ ബലം വെളിപ്പെട്ടു. സമുദ്രം രണ്ടായി വിഭാഗിച്ചു. ഉണങ്ങിയ നിലം വെളിപ്പെട്ടു. ഓർക്കണം, പ്രായമായുള്ളവരുണ്ട്, കുഞ്ഞുകുട്ടികളുണ്ട്, അവരുടെ മേലെല്ലാം ബലം വ്യാപരിച്ചു. കുതിരപ്പടകളുമായി രഥങ്ങളുമായി ചീറിപ്പാഞ്ഞ് അടുത്തു വരുന്നവർക്ക് അവരോട് അടുക്കാൻ പറ്റില്ല. ദൈവത്തിന്റെ ബലം ദൈവജനത്തിന് വേണ്ടി വ്യാപരിച്ചു. അവർ നടന്നു, ചെങ്കടൽ കടന്നു, അക്കരെ കയറി. അക്കരെ കയറി കഴിഞ്ഞിട്ട് മോശയോട് പറഞ്ഞു, കൈനീട്ടാൻ പറഞ്ഞു. ആ കടൽ വന്ന ഫറവോനെയും സൈന്യത്തെ മൂടിക്കഴിഞ്ഞപ്പോൾ പാടി തുടങ്ങിയ പാട്ടിന്റെ ആദ്യ വലിയ നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ വായിച്ചത്, അവൻ അവിടെ പറയുക, എന്റെ ബലവും എന്റെ ഗീതവും യഹോവയത്രേ. ഫറവോന്റെ പാപത്തിന്റെ അടിമത്വത്തിൽ നിന്നെ വിടുവിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് എന്നെ കൊണ്ടു
ദൈവത്തിന്റെ ബലമത്രേ. ഉടമനക സപ്തരാദിയോസ്. അവൻ എന്റെ ബലം, അവൻ എന്റെ ശക്തി, അവൻ എന്റെ മഹത്വം. അവനെ പിരിഞ്ഞ് എനിക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. ഇന്ന് രാത്രികാലം നമ്മെ തന്നെ ദൈവസന്നിധാനെ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. അവന്റെ സന്നിധിയില് അവൻ താഴോട്ട് പോയി വീട്ടിൽ പോയച്ചാൽ മതി. മനോഹരമാ, സമയമില്ല പ്രസംഗിക്കാൻ. ആ പാട്ട് പറയുകയാ, അവൻ എന്റെ മഹത്വമാ, അവൻ എന്റെ ബലമാ, അവൻ എന്റെ സങ്കേതമാ, അവൻ യുദ്ധവീരനാ. എനിക്ക് വേണ്ടി ഇന്ന് രാത്രി യുദ്ധം ചെയ്യുന്നവനാ. ബലമായി വെളിപ്പെടും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് രാത്രി ഫറവോന്റെ അടിമത്തിൽ നിന്നും പാപത്തിന്റെ ബന്ധനങ്ങളിൽ നിന്നും ഇന്ന് രാത്രി നിന്നെ വിടുവിച്ച് അവൻ സ്വപ്നം ചെയ്യുന്ന വാഗ്ദത്ത നാട്ടിലെത്തിക്കുന്ന, അവൻ ആ മരുഭൂമിയിൽ നിനക്ക് ബലം പകർന്ന് നയിക്കുന്ന സർവശക്തനാണ് നമ്മുടെ കർത്താവ്. അവൻ ആരാണെന്നറിയാമോ? അവൻ യുദ്ധവീരനാണ്. യഹോവ എന്നാണ് അവന്റെ നാമം. അവൻ സ്വപ്നം ചെയ്യുന്നു, ഫറവോന്റെ രഥങ്ങളെയും സൈന്യത്തെയും അവൻ കടലിൽ തള്ളിയിട്ടു. അവന്റെ അവൻ സ്വന്തം പ്രവരന്മാർ ചെങ്കടലിൽ മുങ്ങിപ്പോയി. ഇന്ന് രാത്രി നിന്നെ പിടിച്ചൊതുക്കാൻ ശ്രമിക്കുന്ന അന്ധകാര ശക്തികൾ, നിനക്കെതിരെയുള്ള പോരാട്ടങ്ങൾ, നീ നേരിടുന്ന ഫൈറ്റ്സ് ജസ്റ്റ് ബാറ്റിൽസ് അല്ല, അത് സ്പിരിച്വൽ റെലമല്ല. നിന്നെ മനസ്സിനെ തകർക്കാൻ, നിന്നെ മെന്റലായി ഭ്രാന്ത് പിടിപ്പിക്കാൻ നിനക്കെതിരെ പോരാടുന്ന ചിന്തകളാകുന്ന ആ വലിയ പോരുകള് ഇന്ന് രാത്രി അതിനെതിരെ യുദ്ധം ചെയ്യുന്ന ഒരു യുദ്ധവീരനുണ്ട്. നിന്റെ ബലമായ ഒരു കർത്താവുണ്ട്. ഇന്ന് രാത്രി അവൻ നിന്നെ താങ്ങാൻ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി നിരാശപ്പെടല്ലേ. പാപത്തിന്മേൽ അവൻ നിനക്ക് ജയം തരും. അടിമ മുഖത്തിന്മേൽ അവൻ നിനക്ക് ജയം തരും. ഒരു മുമ്പോട്ടൊരു യാത്ര. എങ്ങോട്ടാ? നിന്റെ വാഗ്ദത്ത നാടായ പാലും തേനും ഒഴുകുന്ന ഒരു കനാൻ ദേശം നിനക്കുണ്ട് സഹോദര. നിന്റെ ജീവിതം നരകത്തിൽ അവസാനിക്കാനുള്ളതല്ല. നിന്റെ ജീവിതം ശൂന്യതയിൽ അവസാനിക്കാനുള്ളതല്ല. നിനക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ട്, ഒരു ബലമുണ്ട്. ഇന്ന് രാത്രി ആ ബലം നിന്നിൽ നിന്ന് എടുത്തു കളയാൻ വ്യാപരിക്കുന്ന അന്ധകാര ശക്തികളുമുണ്ട്. ഇന്ന് രാത്രി ഒരിക്കലും ബലം ചോർന്നു പോകല്ലേ. പോയാൽ നിന്നെ കൊണ്ട് ജീവിക്കാൻ കഴിയുകയില്ല. ഇന്ന് രാത്രി നിന്നെ ബലം ധരിപ്പിക്കുന്ന ദൈവത്തിന്റെ ശക്തി ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന